ഒറ്റ തൊഴി വെച്ചെന്നുണ്ട്. അവളുടെ ഒടുക്കത്തെ തുമ്പലും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാരണങ്ങൾ വന്ന് മുമ്പിൽ പെടും. ബുക്കിനെ ഓടിച്ച് കളിച്ച് നിൽക്കുന്നുണ്ടില്ല അസത്തും നോമെന്ന്. അധികം നീ ഇവിടെ നിന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇത് വെച്ച് മോതപ്പെട്ടൊരു കുത്തിയാൻ വെച്ചു ഓടി വന്നു എടി പോകാൻ. ഇവിടെ നിന്നെ തന്നെ കരുത എവിടെ വരാൻ. എന്താ 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 നിന്റെ ഉദ്ദേശം? എന്റെ പിന്നാലെ വരുന്ന എന്തിനാന്നാ ചോദിച്ചത്? മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ നിറങ്ങാൻ? കിളവിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ നിന്നെ എന്റെ പിന്നാലെ പറഞ്ഞയക്കാൻ? ഇല്ല, മുത്തശ്ശി പറഞ്ഞു മാപ്പ്. മുത്തശ്ശി മാപ്പ് പറഞ്ഞു? എന്ത് പിണ്ണാക്കിനെ? എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു. മര്യാദയില്ലാതെ പെരുമാറിയതിന്. എന്നാ പിന്നെ നേരത്തെ അതങ്ങ് പറഞ്ഞു തൊലച്ചൂടായിരുന്നോ നിനക്ക്? എന്താ എന്താ പ്രശ്നം മീനാക്ഷി? ഇവിടെ പ്രശ്നമൊന്നുമില്ല. എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ. എന്താ പ്രശ്നം വല്ലതും ഉണ്ടാക്കണം? താനാരാ? താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഈ നാടൽപ്പം പെശക. ഞാനും. ആ സിനിമ ഇവനും കണ്ടെത്തണമെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി? ഇല്ല. അപ്പൊ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. വണ്ടി എടുക്കടാ പൊട്ട. ഇതേതാ ഈ ജന്തു? നാട്ടിലെ വലിയ പണക്കാരനാ. ഇവിടുത്തെ തുണിക്കടയും തിയേറ്ററും ഒക്കെ ഇയാടെയാ. കുഞ്ഞുമുട്ടെന്ന് ആരെങ്കിലും വന്നേ. ഏതാടോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത്. ആര്? ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട് ഒരു പൊക്കണ സഞ്ചിയും പിടിച്ച് പാമ്പ് പിടുത്തക്കാരനാണ്. മീനാക്ഷിയുടെ കൂടെ കണ്ടു. ഓ, പട്ടാളം. അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ. ആ, അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ. അറിയാലോ, ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ. എന്തുണ്ടായി? അത് പോട്ടെ, ഞാൻ അവൾക്ക് വാങ്ങിത്തന്ന പവിഴമാലയും പാദസരമൊന്നും താൻ കൊടുത്തില്ലേ? ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ. അതവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കുക. സാരി. കമലഹാസന്റെ അവ്വേ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറ. നാളത്തെ മാറ്റ്നിക്ക് എന്നെ കൊണ്ടുവരുമല്ലോ. ഞാൻ നിക്കറും ടീഷർട്ട് ഒന്ന് കഴിക്കണമെന്ന്. എന്തിന്? നിക്കറുമല്ല എപ്പടി ചെളിയാ. ടീഷർട്ട് ആണെങ്കിൽ വേർത്ത് നാറി. എന്താ ചെയ്യാ? ഇനി ഇത് നനക്കാൻ പുഴ വരെ പോണം. കിണറ്റിലാണെങ്കിൽ കപ്പിയും കയറുമില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് നനച്ചോണ്ട് പാടോ. ഞാനിവിടെ പിറന്നപടി നിൽക്കുക. മുണ്ടൂരി തന്നിട്ട് ഞാൻ പിന്നെ കോണം എടുത്തോണ്ട് പോകും. തനിക്ക് വയസ്സായില്ലടോ. വയസ്സായി എന്നിട്ട് ഒന്നും എടുക്കാണ്ടിരുന്ന നാട്ടുകാർ തല്ലിക്കൊല്ലുന്നേ. ആ, പോ 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 പോ, വേഗം വരണം. അയ്യോ, എന്താ? ഒന്നുമില്ല ഒന്നുമില്ല. ആരാ? ഞാനാ. ഏ, ഞാൻ മീനുവാ. വാതിൽ തുറക്ക്. എന്തിനാ? ഊണ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് നൂണ് വേണ്ട. അതെന്താ? നല്ല സുഖമില്ല. അയ്യോ, ഈശ്വരാ. അച്ഛാ, ആച്ചമ്മേ, അച്ഛാ, ആച്ചമ്മേ, ഓടി വാ. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. എടോ കുറുപ്പേ, എടോ കുറുപ്പേ, ഒന്ന് ഓടി വാടോ. എടോ കുറുപ്പേ. എന്താ എന്താ എന്താ? അച്ഛാ, എന്താ മോളെ? അച്ഛാ, കേണു സാർ എന്തോ പറ്റി? കേണൽ സാർ എന്തോ പറ്റിയത്? കേണൽ സാർ, കേണൽ സാർ, കേണൽ സാർ. അയ്യോ, താങ്ങാൻ പറ്റില്ല. ജനലിന്റെ അടുത്തേക്ക് വാ. വരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും. അതാ നടക്കാൻ വയ്യാത്തത്.
അയ്യോ അമ്മേനെ നിലവിളിക്കണം ഞാൻ കേട്ടു. എന്താടാ നോക്കി നിൽക്കുന്നത്? വാതിലടിച്ച് പൊളിക്ക്. വേണ്ട വേണ്ട വേണ്ട. ആ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോട് സമാധാനം പറയേണ്ടത്. ചവിട്ടി പൊളിക്കടാ. എന്റെ മേത്തോട്ടോ ഞാനൊന്ന് കാണട്ടെ. നീ ഒന്ന് മാറിക്കേ. എനിക്ക് കേളനെ ഒന്ന് കാണണം. എന്താ സംഭവിച്ചത്? എനിക്ക് അറിയണം. എനിക്കൊന്ന് കേളനെ കാണണം. നീ ഒന്ന് മാറ്. ഇവിടെ മാറിക്കടാ. ഇവിടെ എനിക്ക് കണ്ടിട്ടേ വരുന്നുള്ളൂ. എനിക്ക് കേളനെ ഒന്ന് കാണണം. ഞാൻ കണ്ടിട്ട് വരാം. നീ വിട്. ഞാൻ കണ്ട് കൂടാരാ നിന്റെ അച്ഛൻ. ചോറ് എടാ ആയിക്കോളാ. ഇനി ഞാനില്ല, എന്നെ കൊണ്ട് നടക്കാൻ വയ്യ, ഞാൻ പോന്നു. ഡാ, അവിടെ നിക്കടാ. ഡാ, അവിടെ നിക്കാൻ. ഒരുങ്ങൻ മാനുണ്ട് പുലിയുണ്ട് മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എലിയെ പോലും കാണാനില്ലല്ലോ. കുറച്ചുകൂടെ ഉള്ളിൽ പോണം. ഉള്ളി പോണം പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പുലി പോയിട്ടൊരു പൂച്ചയെങ്കിലും കണ്ടാ മതിയായിരുന്നു. കടുവ കടുവയും പുലിയൊന്നും ഇവിടെ ഇല്ല. ചെറിയച്ഛൻ ബടായി പറഞ്ഞതാ. അതയാളുടെ വീമ്പ് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. സാറ് പുലിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? ഞാൻ ഒരിക്കൽ ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില് ഞാൻ ഒറ്റയ്ക്കാ സന്ധ്യയായി കാണും. ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ 15 അടി മുമ്പിൽ നിൽക്കുന്നു. ഒന്നല്ല 2 പുലി. തോക്കിലാണെ ഒരു ഉണ്ടേ ഉള്ളൂ. അയ്യോ അയ്യോ പൊത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധി ഉപയോഗിക്കണം. രണ്ടും ഒന്നിച്ചു മുമ്പോട്ട് കുതിച്ചു. എന്നിട്ട് ഒരുണ്ട 2 പുലി, 2 പുലി ഒരുണ്ട്. ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എണ്ണത്തിന്, ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി എണ്ണത്തിന്. എന്റെ അമ്മേ. ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്ത് ഞാൻ തോക്കിന് മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു. എന്നിട്ട് ഉന്നം നോക്കി ഒരൊറ്റ വെടി. ഉണ്ട കത്തിയെ തട്ടി 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനും പള്ളക്കിന്ന് കയറി. രണ്ടും കൂടെ തലയും കുത്തി താഴെ. ഇതിനായിരിക്കും അല്ലേ ഒരു വെടിക്ക് 2 പുലിന്ന് പറയുന്നേ? കേട്ടിട്ട് പേടിയാവുന്നു. ഏതായാലും അധികം ഉള്ളിലേക്ക് പോണ്ട. കാട്ടാന മലയിറങ്ങണ നേരാ. ഒരൊറ്റേന ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം വിറക് വെട്ടാൻ പോയ 3 ആളെ കൊന്നു. വെറുതെ അല്ലേ ഇത് കയ്യിൽ വെച്ചോണ്ട് നടക്കുന്നത്? മർമ്മം നോക്കി കീറും ഞാൻ. നീ ഒന്ന് ചിലക്കാണ്ട് നടന്നാ മതി. അയ്യോ ഒറ്റേനെ സൂക്ഷിക്കണം. നീ ഇങ്ങനെ ചളാന്ന് നാക്കിട്ടടിച്ചോണ്ട് നടക്കുന്നുണ്ടാ ഒരു ഈച്ച പോലും അടുത്തേക്ക് വരാത്തത്. നീ ഇവിടെ നിൽക്ക്. എരണം കെട്ടത് കൂടെ വന്നാൽ ഒരു കൂറ പോലും കിട്ടുകയില്ല. കാട്ടാനയുടെ മനഃശാസ്ത്രമൊക്കെ എനിക്കറിയാം. അതെ അറിയാനേ അങ്ങോട്ട് നടക്കാനേ. ഇതാ കോമനാരുടെ ആനയാ. നിർത്തടാ, ഇന്നൊരു കളി വേണ്ട. എന്താ സിനിമ നിർത്തിയത്? ഇന്നൊരു കളിയില്ല. ഞങ്ങളുടെ ഇന്ന് കാശും വാങ്ങിച്ച് പെട്ടിയിലിട്ടിട്ട് ഇന്നിനി കളിയില്ലെന്നോ? അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാ മതി. ഇവന്റെ കുറ്റിക്ക് ഒന്ന് കൊടുത്താൽ മതി, അപ്പൊ ഷോ തുടങ്ങും. ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല. കാരണം കറണ്ട് ഇല്ല. അപ്പൊ അത് ലൈറ്റ് എത്തുന്നതോ? അത് ലൈറ്റിന്റെ ഇഷ്ടം. എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല. എന്താ ശരിക്കുള്ള പ്രോബ്ലം? പ്രൊജക്ടർ ഓടുന്നില്ല. എന്താ പ്രൊജക്ടറിന് കാലൊടിക്കും? ഇല്ല, പ്രൊജക്ടറിന് വയറിളക്കം. എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇളക്കം നിൽക്കും. വെറുതെ അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. എന്താ ഷോ ഇല്ലാത്തതെന്ന് അറിഞ്ഞേ തീരൂ. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി. പ്രൊജക്ടറിന് ഗിയർ? എന്റെ പ്രൊജക്ടറിന് ഗിയർ ഉണ്ട്, ക്ലച്ച് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ സാറിന് കുഴപ്പമുണ്ടോ? ഓഹോ, ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ടർ ടാക്സി ആയിട്ട് ഓടിക്കാറുണ്ടോ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? അറിയണോ? വേണ്ട, വെറുതെ അയാളോട് വർത്തമാനത്തിന് പോണ്ട. നമുക്ക് പോവാം. വാ. എന്റെ കത്ത് പിടിച്ചു വായിച്ചു പോട്ടെ. പക്ഷെ സാറിനെ പറ്റി എനിക്ക് സഹിച്ചില്ല. ഞാൻ ഇടിച്ചു. എന്നെ പറ്റി എന്ന് പറയാം. സാറിനെ അവൻ അവൻ കടുവാന്ന് വിളിച്ചു. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഇടിച്ച് ശരിപ്പെടുത്തി കളഞ്ഞു. അതിന് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അല്ല സാർ, ഞാൻ ആദ്യം പറഞ്ഞു കടുവാന്ന് വിളിക്കരുന്ന്. കടുവാന്ന് വിളിച്ചാൽ കടുവയാവുമെന്ന് അവർ ചോദിച്ചു.
കടുവാന്ന് വിളിച്ചാൽ കടുവ ആവില്ലേ, പിന്നെ കടുവ എന്ന് എന്തിനു വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു കടുവയുടെ സ്വഭാവം കാണിച്ച കടുവാന്ന് വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ കടുവയല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു സാർ കടുവയെന്ന് പറഞ്ഞു. ഇനി കടുവ എന്ന് വിളിച്ചാൽ എന്നെ ഇടിക്കുന്നു പറഞ്ഞു. അപ്പൊ അവര് പിന്നെ കടുവയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കാട്ടിലാണ് കടുവ. അപ്പൊ പറഞ്ഞു നാട്ടിലെ കടുവയാണ് ഈ കടുവ വിളിച്ചാൽ ഞാൻ തെറ്റ് ചെയ്ത സ്ഥിതിക്ക് ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. പലതവണ നിന്നെ ഞാൻ വെറുതെ വിട്ടതാ. ഇത്തവണ അത് പറ്റില്ല. വൈകിട്ട് 5 മണി വരെ പുറത്ത് വെയിലത്ത് നിന്നോണം, അനങ്ങാതെ. ഇന്ന് സാറ് പട്ടിണിയാണേ. മുട്ടയില്ല, പാലില്ല, വിസ്കിയില്ല, സോഡയില്ല. എന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയാല് അടുക്കള പുകയില്ല. ക്യാൻറ്റീൻ അടയ്ക്കുന്നതിന് മുമ്പ് ശിക്ഷ തീരണം. ഇല്ലേ പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. സാർ എത്തിയോ? പഞ്ചായത്ത് പ്രസിഡന്റ് GK മേനോൻ. ആളെ കണ്ടാൽ പരമയോഗ്യൻ. നിങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡാ അല്ലേ? ഒരാഴ്ച ഇന്ന് വരും നാളെ വരും പറഞ്ഞ് കാത്തിരിക്കുന്നു. മനുഷ്യനായ പറഞ്ഞ വാക്കിനൊക്കെ ഒരു വില വേണം. ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഭരണകക്ഷിയുടെ ആളാ. ഞാൻ വിചാരിച്ചതിന് ജോലി തീർപ്പിക്കാൻ പറ്റും. അറിയോ ഞാൻ ആരാണെന്ന് വിചാരിച്ചാ തനി കിടന്ന് ചാടുന്നേ? താൻ വെറുതെ ആടിനും പാണ്ടും ചികിത്സിക്കുന്ന ഡോക്ടറല്ലേ? ഗമ കണ്ടാ തോന്നും ആളെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടറോ? നോക്കി ഇന്ന് സമയം കളയണ്ട. പെട്ടിയും കൊട്ടൊക്കെ എടുത്തു വെച്ച് പണി തുടങ്ങാം. ആദ്യം തരി ഉടക്കാനുള്ള എന്റെ ഒക്കെ തരി ഉടച്ച് പണിയെടുപ്പിക്കാറാക്കുക. പിന്നെ ചവിട്ടിക്കാൻ ഒരു കാളി വരും. നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? പശുവിന് ഗർഭം ഉണ്ടാക്കാനും തരി കൊടുക്കാനുള്ള ആളാ അദ്ദേഹം. മൃഗ ഡോക്ടർ അല്ലേ? മൃഗ ഡോക്ടർ അല്ല, മിലിറ്ററി ഓഫീസറാ. പിന്നെന്തിനാ ഇങ്ങോട്ട് പോന്നെ? ആള് വന്ന് വിളിച്ചപ്പോ ഇങ്ങോട്ട് പോന്നു. വിളിച്ചപ്പോ പറയണ്ടേ? ഞാൻ ഇയാൾ ഗോവിന്ദനായരാന്നാ വിചാരിച്ചത്. എടോ, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെ കൊണ്ടൊരു വഴിക്കിറങ്ങി എന്നെ വേണം തല്ലാൻ. മരം കോടനാ താൻ. കാളെ പറ്റുമെന്ന് കേട്ടാ ഉടനെ കയറെടുക്കുന്ന പോത്തക്കോടൻ. ഞാൻ എന്ത് ചെയ്തു? വല്ലവന്റെ നില പെട്ടിയെടുത്ത് വെച്ച് കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാള്. എടോ, വായി നോക്കി നിൽക്കാതെ ആരോടെങ്കിലും ഒന്ന് വാതറൊന്ന് ചോദിക്കടോ, ഈ മുടിഞ്ഞ കൗണ്ടറുടെ വീട് എവിടെയാണെന്ന്. പുറകുവശത്ത് മുഴുവൻ പൂട്ടിട്ടിരിക്കുക. പട മേടിച്ച് പന്തളത്തി വന്നപ്പോ പന്തം കൊളത്തി പട. പടയല്ല, പെടയാണ്. നല്ല പെടയാണെന്ന് എനിക്ക് വെച്ചു തരേണ്ടത്. താനാണ് ഇതിനൊക്കത്തിനും കാരണം. എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം? ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. തിരിച്ചു പോകാനാണ് ഈ 3 ദിവസം കഴിഞ്ഞേ വണ്ടി ഉള്ളൂ. തിരിച്ചു പോകാനാണ് പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്തിനാ? എന്നാ പിന്നെ ഇരിക്കാം ഉമ്മർത്ത് ഇങ്ങനെ കാറ്റും കൊണ്ട്. ഏത് അശ്വേരത്തിനാ കണി കണ്ട് ഇറങ്ങി പുറപ്പെട്ടെന്ന് ആർക്കറിയാം. നിങ്ങളാണ് ഇവിടെ താമസിക്കാൻ വന്നത്? ഈ താക്കോൽ ഇവിടെ തരാൻ പറഞ്ഞു. ആര് പറഞ്ഞു? എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ എന്താ കുരുടനാണോ? ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ആൾ കണ്ടില്ലേ? എവിടെയാള്? അച്ഛൻ പാടത്ത് പമ്പ് സെറ്റ് നന്നാക്കാൻ പോയിരിക്കുക. അത്തരം ജോലി തിരക്കുള്ള ആളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. മനുഷ്യനെ ചുറ്റിക്കാൻ. സ്റ്റേഷനിൽ കാണാന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കായിരുന്ന ആള്? അയാൾ എന്താ പറഞ്ഞത്? ചെറ്റത്ര അയാൾ കാണിച്ചതെന്ന്. എടോ, വാതില് തുറക്കടോ. ഓ, ഇനി എന്റെ മുമ്പിനെങ്ങാലും വന്ന് വിട്ടാ തെറി കൊണ്ട് ഞാൻ അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞ നിന്റെ അച്ഛനോട്. പൂവല് കഴിഞ്ഞോ? കളക്ഷൻ എത്രയുണ്ട്? കുഴപ്പമില്ല. നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത്? കൂടുതലും ഫ്രീ പാസ്സാ. 8 പോലീസുകാര്, പഞ്ചായത്തിന് 10, പിന്നെ സ്ഥിരം 8. ഏത് സ്ഥിരം? കുഞ്ഞുകുട്ടിന് 7 പേരും. അയാൾ വന്നോ? പഴയ സ്ഥലമാക മുടിയാതെ ചുമ്മാ മീനാക്ഷി വിടണോ? അവള് വരാനിരിക്കായിരുന്നു. പിന്നെന്താ, ഇരുന്ന സ്ഥലത്ത് എഴുതേക്കാൻ പറ്റില്ലേ? അങ്ങനെയല്ല. എങ്ങനെയല്ല? അവളെയും കൊണ്ട് താൻ സിനിമക്ക് വരാമെന്ന് എന്നോട് 6ാമത്തെ പ്രാവശ്യമാ താൻ പറയുന്നത്. അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു. അപ്പൊ താൻ പറഞ്ഞു അവൾ പനി പിടിച്ച് കിടക്കുകയാണെന്ന്. പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത്. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു. താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് പോവാ. ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ. അതിപ്പോ പടം തുടങ്ങിപ്പോയല്ലോ. അത് സാരമില്ല, അവൾ വരട്ടെ. ഞാൻ ആദ്യം മുതൽ വീണ്ടും ഇടും. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല, അവക്കൊരു വിഷമം. എന്തിന്? ആരെങ്കിലും ചത്തോ? അതല്ലെന്ന്, ഉടുത്തോണ്ട് വരാൻ ഒരു നല്ല സാരി. കഴിഞ്ഞ മാസം ഞാനൊരു സാരി വാങ്ങിച്ചു തന്നതല്ലേ, അത് താൻ കൊടുത്തില്ലേ? അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്ത് പോയി. പിന്നെ അത് അലക്കില്ലേ? അതാ പറ്റിയ അബദ്ധം.
അലക്കി തേച്ചപ്പോ തേപ്പൂട്ടിക്ക് ചൂട് കൂടി സാരി ഒരുക്കി പോയി. ഇത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ. ഇന്ന് രാവിലെ ഒരുങ്ങിയത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. കിടക്കൽ മൂട്ടുണ്ടോ? അതല്ലടോ, ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല. ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല. ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ. അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിനിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞുകുട്ടനായിട്ട് എന്റെ വിശ്വാസമായി. ആദ്യം അവൾ വരട്ടെ, എന്നിട്ട് വിശ്വസിക്കാം. കണ്ടു തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ. നീ പോയി കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ടോ? ഓ അവിടെ ഇനി കൊണ്ടുവരാനൊന്നുമില്ല. ഇഡലി അല്ലേ ഇരിക്കുന്നത്? എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. പത്തായം കൊണ്ട് നിറയട്ടെ. അമ്പേ തിന്നു മുടിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. ഓ ഇതാണോ കേളൻ? കേളനോ? ആ കേളൻ എന്ന് പറഞ്ഞാൽ കേളുനായർ, കേളപ്പൻ നായർ അങ്ങനെ വല്ലതും ആണോ? കേളനല്ല, കേണൽ. കേണൽ അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അത് പേരല്ല, പട്ടാളത്തിനൊരു പദവിയാ. അപ്പൊ പേരില്ലേ? പേരുണ്ട്. RV തമ്പുരാൻ. തമ്പുരാൻ എന്ന് വിളിക്കും. തമ്പുരാനും തമ്പുരാട്ടിന്നും ഒക്കെ ഇവിടെ ചെറുമക്കളാ ഞങ്ങളെ വിളിക്കുക. അതെങ്ങനെ ഒരു പേരാകുക? കേളാന്ന് തന്നെ വിളിക്കാം, അതാ ഒരു സുഖം. ആ ഞാൻ ആച്ചമ്മ, എല്ലാവർക്കും ഞാൻ ആച്ചമ്മയാ. കേളനും അങ്ങനെ വിളിച്ചാ മതി കേട്ടോ. ഇതെന്റെ മൂത്ത മകൻ കുമാരു. ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടു. ഓ ഇത് രണ്ടാമത്തവൻ അയ്യപ്പൻ. ഇങ്ങോട്ട് മാറിക്കടാ. ഇതല്ലേ അവൻ കുഞ്ഞൂട്ടൻ. എല്ലാവർക്കും കൃഷി തന്നെ പണി. അയ്യേ, എനിക്ക് കൃഷിയൊന്നുമല്ല. ഞങ്ങള് കൃഷി ചെയ്യും, അവൻ തിന്ന് തീർക്കും. ഞാനൊരു ചെറിയ കട നടത്തുന്നുണ്ട്, അങ്ങോട്ട് പോകാൻ ഇറങ്ങിയായിരുന്നു. ഞാൻ ഇറങ്ങിക്കോട്ടെ. ആ ചെല്ലി ചെല്ലി ഇരിക്കേ, കേളം ഇരിക്കേ. വാടി. എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം എടുത്തിട്ട് പാടി. കണ്ടിലും മൂക്കിലും ഒക്കെ ചെളി. ഇവിടെയെങ്ങും നല്ല വെള്ളമില്ല, പുഴ വരെ പോണം. എവിടെയൊക്കെ ഈ ചെളിത്താനം കൊണ്ട്? ഇതെന്തു കോലം? ആ ചെളിക്കകത്ത് എന്തുവാ? നല്ല കരടിയോ? കരിക്കിറങ്ങാൻ ഇനി ഒരു ചെണ്ടയുടെ കുറവേ ഉള്ളൂ. കടുവാകളിക്കാരനെ പോലുണ്ട്. ആരാടാ കടുവന്ന് വിളിച്ചത്? ആരാടാ തെണ്ടി? ചുണയുണ്ടോ? ഒന്നുകൂടെ വിളിക്കടാ. വിളിക്കണം. ആരാടാ തെണ്ടി കടുവന്ന് വിളിച്ചത്? ആരാണെന്ന്? നീ ആർക്കടാ വേണ്ടത്? ആർക്കടാ വേണ്ടത്? ചെളി വേണമെന്ന് പറഞ്ഞ് കളിയാക്കും. ആരാലും കളി വീഴും. അവിടെ തന്നെ മുക്കി കൊല്ലട ആ തീറ്റി പണ്ടാരത്തിന്. മൂന്ന് ദിവസം അന്വേഷണമൊക്കെ ഓടിയത് ഒട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ. ഏതെങ്കിലും ഒരു ഷോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി. അത് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ? അല്ല, ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി. അതല്ല, അവൾക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല. അതെന്ത്? അതിന്റെ നിറം നീലയല്ലേ, പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത്. എന്നിട്ട് ആ സാരി എവിടെ? വെള്ളപ്പൊക്കക്കാർ കൊടുത്തു. വെള്ളപ്പൊക്കക്കാരൻ? ആ, വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചില ഇരപ്പാളുകൾ വരില്ലേ, അവൾക്ക് കൊടുത്തു. പിന്നെ ഏത് നിറം കൊടുത്താൽ അവള് വരും? മഞ്ഞയും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം. ഇതെന്തുകൊണ്ട് താൻ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്. അത് മാത്രമല്ല പ്രശ്നം, ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ. അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. എന്ത്? അവൾക്കൊരു സംശയം, ഷൺമുഖം അവളെ നന്നായി നോക്കുമോ എന്ന്. അവളോട് എന്റെ മുമ്പിലൊന്ന് വരാൻ പറ, ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം. ആ നോട്ടമല്ല, വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്ന്. എന്താഗ്രഹം? കാറോ, ബംഗ്ലാവോ, ആഭരണങ്ങളോ? അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾക്ക് റോക്കറ്റിൽ കയറി സഞ്ചരിക്കണമെന്ന്. റോക്കറ്റോ? ആ, ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. അതിനെന്ത് വില വരും? ഒരു 50,000. എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു. സാരി തന്നിട്ടും സിനിമയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പൊട്ടനെ അറിയാലോ, അവനെ ഇനിയും ജയിലിലേക്ക് അയക്കരുത്. ഞാൻ ഭാഗ്യവാനാണ്. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏരിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വേണ്ടേ? എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത്? അമ്പിളി അമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ, ഞാൻ പിടിച്ചു തരാം. പാൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ, ഞാൻ എടുത്തു തരാം.
വെണ്ണ നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു. അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. ഒരു റഷ്യക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട്. പിന്നെ കയറിയത് ഒരു പട്ടി. റോക്കറ്റ് നമുക്ക് വേണം. എന്തൊക്കെ ഇയാളീ പറയുന്നേ? മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല. എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട്. ആര്? ആരാച്ചാര്? അവനകത്തോട്ട് പുറത്തു പോയിട്ടില്ല. ചോദിക്കാനും പറയാൻ നിൽക്കണ്ട. കയറി ഉടനെ തല്ലിടണം. കാല് രണ്ടും വെട്ടിക്കളയാം. കിഴങ്ങ കാല് വെട്ടിക്കളഞ്ഞാൽ അവനെങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് പോകുന്നേ? അവനിവിടുന്ന് ജീവനും കൊണ്ട് ഓടണം. അത്രയല്ലേ വേണ്ടു? സ്ഥലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടും. അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസിലടിക്കും. നിങ്ങൾ ഉടനകത്ത് വരുന്നു, അവനെ ഇടിച്ച് കലക്കുന്നു, വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ. എന്താ തീപ്പെട്ടി ഉണ്ടാ? തീപ്പെട്ടി ഇല്ലെങ്കിൽ വേണ്ട, ഓട്ടെ. വണ്ടി എടുക്ക്. വരണ്ടോ? ഞാൻ വരണ്ടോന്നുമില്ല. പട്ടാളം വരണ്ടോ? അത് വരണ്ടു. ഉടനെ സ്ഥലം വിട്ടോളാന്ന് പറഞ്ഞു. വണ്ടി എടുക്കടാ പൊട്ടാ. സാറിന്റെ കൈയും കാലും മറക്കുന്നുണ്ട്. അത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു. ഞാനല്ല, അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു. പക്ഷെ അത് വേണ്ടി വന്നില്ല. അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു. നാളെ ഇവിടെ കാണില്ല. എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കടാ പൊട്ടാ. എടോ, കൊട്ടകെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല. 3 ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക്, പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടക ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക്. മനസ്സിലായോ? താൻ പുതിയ ആളാ. അതെ. ഷൺമുഖനെ, പട്ടാളം പോയിട്ടില്ല. പോയി കാണും. ഇല്ലെന്നേ, ദേ പടം കാണാൻ വന്നിരിക്കുന്നു. ആരാടിയാ നിൽക്കുന്നത്? എന്തൊരു സ്റ്റൈല്, സിനിമാ നടന്മാരുടെ സ്റ്റൈലുണ്ടല്ലേ. നല്ല ചേർച്ച. എന്തിനാണോ പോയി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയില്ലാതെ നിൽക്കുന്നു? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവിത്തള്ളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് വാങ്ങാൻ തകയില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാനിത് ഇടിച്ചു പൊളിച്ച് തീയിലിടും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. പണം തുടങ്ങും. அந்த ரமணாவை போட்டு அடிச்சிருக்கான். வந்துட்டானு. அந்த ரமணா யார் ஆளு தெரியுமா? யார் ஆளா இருந்தா என்ன? அவன் என்ன பண்ணான்னு கேளு. டேய் பாரு, சொல்றா. ரமணன் கிட்ட பணம் வாங்கியிருக்கான். மாசம் மாசம் தவணை கட்டணும். இந்த மாசம் கட்ட முடியல. என்ன கட்ட முடியல? சொல்றா. ആരുടെ തോട്ടത്തിൽ பணம் எல்லாம்